ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. കാലത്ത് തന്നെ എണീറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ജിമ്മിൽ പോകാനില്ല. ശ്രീകുട്ടനാണെങ്കിൽ വീട്ടിലുണ്ട്, അവന് സ്കൂളിൽ പോകണ്ട. എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മടി പിടിച്ചിരിക്കണ ഒരു ദിവസം. എന്നാൽ പിന്നെ എൻ്റെ പിന്നിലുള്ള ഗാർഡൻ ഒന്ന് വൃത്തിയാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കലാത്തിയാണ് കേട്ടോ. നിറയെ ഉണ്ടായിട്ടൊക്കെയുണ്ട്. എല്ലാവരും ചോദിച്ചു, ശ്രീ എങ്ങനെയാണ് ഇത്രയ്ക്കധികം ബുഷിയായിട്ട് ഇത് വളരണേന്ന്. ആക്ച്വലി ഇവിടുത്തെ മണ്ണിൻ്റെ ആവാൻ വഴിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ള ചെടികളൊക്കെ പറിച്ച് കളയൽ ഇത്തിരി വിഷമമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നിവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്റ്റോണൊക്കെ വെതറി ഒരു സ്റ്റോൺ പാത്ത് വേ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനത്തിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം ഈ സംഭവം വീട്ടിലെത്തണമെങ്കിൽ. ഈ വണ്ടി വാടകയൊക്കെ ആയിട്ടേ അത് കാരണം കൊണ്ട് നമ്മുടെ ഈ ഒരു ബേബി മെറ്റൽ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ അടിയിൽ കുറേ ചെടികളും അതുപോലെ തന്നെ കുറേ പേരറിയാത്ത കുഞ്ഞു കുഞ്ഞു പുഷ്പങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണിത്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, ഈ ചെടികളെ ഇവിടെ നിന്ന് എടുത്ത് അവിടെ വയ്ക്കുക. ഇതൊക്കെ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ബേബി മെറ്റലൊക്കെ ഒന്ന് തല്ലിയൊതുക്കി ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ഓർക്കിഡുകളും അതുപോലെ തന്നെ ആന്തൂര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. കുറച്ച് ദിവസമായിട്ട് ഞാനും എൻ്റെ മനസ്സും എൻ്റെ പിടിയിലല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, ഈ കാലാവസ്ഥ മാറി വരുന്നതിൻ്റെ ആയിരിക്കാം. പിന്നെ നമ്മുടെ വിൻ്ററൊക്കെ തുടങ്ങല്ലേ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റി മുറ്റൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ വക പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സന്തോഷമുള്ള ഒരു ദിവസം മെനഞ്ഞെടുക്കാൻ പറ്റാറുണ്ട്. ഈ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ശ്രീകുട്ടനെ അടിക്കണ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്നേക്കാൾ ഇഷ്ടമാണ് ആ പെയിൻ്റ് അടിക്കാൻ ശ്രീകുട്ടന്. എനിക്കാണെങ്കിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയാലോ. ഇതിനാണ് ശരിക്കും പെയിൻ്റ് അടിക്കുക എന്ന് പറയാല്ലേ ശ്രീകുട്ട? ഇങ്ങനെയാണ് പെയിൻ്റ് അടിക്കുക അല്ലേ? അതായത് പെയിന്റ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കണതിനാണ് പെയിന്റ് അടിക്കുക. വീടിന്റെ ഏതെങ്കിലുമൊക്കെ വശത്തുണ്ടെങ്കിൽ പൂപ്പലും അതുപോലെ തന്നെ കുറച്ച് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പെയിന്റ് കൊണ്ടുപോയി അവിടെ അങ്ങനെ അടിച്ച് വൃത്തിയാക്കി വെക്കും. ഇതിപ്പോൾ ഒരു ചേർച്ചില്ലെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് നല്ല സന്തോഷം കിട്ടി കേട്ടോ. ഇവിടെ ഇനി വേറെ ചെടികളൊന്നും വെക്കേണ്ടെന്നാണ് തീരുമാനം. നമ്മുടെ ChatGPT ചോദിച്ചപ്പോൾ ഒരുപാട് ഐഡിയകൾ ആൾ പറഞ്ഞു തന്നു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവായി, സാധനങ്ങൾ ഇവിടെ എത്തിക്കാനും കുറച്ച് പാടാണ്. പിന്നെ എൻ്റെ ചെടികൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ഇവനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. സംഭവം ഫൈനലി ഇതാ ഈ ഒരു ലുക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ മുറ്റൊക്കെ തന്നെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം വരിക എന്നൊക്കെ പറയില്ലേ, അതൊന്നുമല്ല. വൃത്തിയും എടുപ്പുള്ള വീട്ടിൽ പാമ്പും പാറ്റിയും പഴുതാരിയും ഒന്നും വരില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. എല്ലാം ഒരു ദിവസം ചെയ്യാണ്ടേ ഓരോ ദിവസം ഇച്ചിരി ഇച്ചിരി പണി ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റും ഇതുപോലെ വൃത്തിയായിട്ടിടാം.